പരിശുദ്ധ സ്വർണത്തിന്റെ പവിത്രതയും കരവിരുതിന്റെ മേന്മയും ഇഴചേരുന്ന സ്വർണ്ണാഭരണ വിസ്മയങ്ങളുമായി ചിരിയൻ കണ്ടത്ത് ജ്വല്ലറി. സ്കൂൾ കവാടത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നു. നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. മറയൂർ കന്തല്ലൂർ റോഡിൽ സെന്റ് മേരീസ് സ്കൂളിന് സമീപമാണ് അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. മെയിൻ റോഡിനോട് ചേർന്നാണ് സ്കൂൾ കവാടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സ്കൂൾ ഉണ്ടെന്നുള്ള സൂചികാ ബോർഡോ റോഡിൽ സ്പീഡ് ബ്രേക്കറുകളോ മറ്റു സുരക്ഷാ മുൻകരുതലുകളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. കൂടാതെ വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങൾ അനധികൃതമായി ഇവിടെ പാർക്ക് ചെയ്യുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു എന്ന ആരോപണവും ഉണ്ട്. ഇപ്പോൾ വണ്ടികൾ, ടൂറിസ്റ്റ് വണ്ടികൾ, ബസ്സുകളൊക്കെ ഒരു 7-8 ബസ്സുകളൊക്കെ ഒരേ സമയം വന്നിട്ട് സ്കൂളിൻ്റെ റോഡുകളിൽ ഇഷ്ടംപോലെ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം സവാരി ജീപ്പുകളും ആട്ടോ മറ്റേ കാൽനടക്കാരെല്ലാം വളരെയധികം പ്രയാസപ്പെട്ട്, സ്കൂൾ കുട്ടികളെല്ലാം പ്രയാസപ്പെട്ടാണ് ഇതിൽ കടന്ന് വീട്ടിലേക്കെല്ലാം പോകുന്നത്. ഇത് നിരന്തരം കാണുന്ന കാഴ്ചകളാണ്. സ്കൂളിലെ ദിവസങ്ങളിലൊക്കെ വളരെയധികം അപകട സാധ്യതകളിലാണ് പോകുന്നത്. എന്നാൽ അത് വേണ്ടത്ര ഒരു അല്ലെങ്കിൽ സ്കൂൾ സ്ലോ സ്പീഡ് ഒരു ബോർഡ് അല്ലെങ്കിൽ ഹമ്പ് എന്നീ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. 2 വർഷം മുമ്പ് വരെ സ്കൂൾ കവാടത്തിൽ പ്രവേശിപ്പിക്കുന്ന വേളയിലും തിരികെ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങുന്ന വേളയിലും പോലീസ് സുരക്ഷയ്ക്കായി നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതും പിന്നീട് പിൻവലിക്കപ്പെട്ടു. 2 കൊല്ലം മുമ്പൊക്കെ ഇവിടെ ഹോട്ടലോ അല്ലെങ്കിൽ തിരക്കായിട്ടുള്ള കടകളൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഒരു പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. സ്കൂൾ വിടുന്ന സമയവും സ്കൂൾ കൂടുന്ന സമയമൊക്കെ. അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് കാണുന്നില്ല. ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂളിരിക്കണം. സ്കൂൾ ബസ് ഓടുന്നുണ്ട്. സ്കൂൾ ബസ് കൊടുക്കാത്ത പിള്ളേർ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി നടന്നു പോകുന്നുമുണ്ട്. LP സ്കൂൾ മറയൂർ ടൗണിൽ തന്നെയുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ സമയത്ത് ഒരു ഡ്യൂട്ടിക്ക് ഒരാളെ നിർത്തണം. ഇവിടെ ഒരു 500 ഓട്ടോറിക്ഷയ്ക്ക് മേളിൽ ഓടുന്നുണ്ട്. സ്കൂൾ സമയത്ത് ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൻ്റെ നിയമമോ അല്ലെങ്കിൽ ഒരു പംപ്സെങ്കിലും ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു നല്ല പൈപ്പായ്സ് വരുന്ന വണ്ടി, നല്ല സ്പീഡിൽ വരുന്ന വണ്ടി ഒന്ന് ചവിട്ടി കയറി പോകാനുള്ള വഴി ഈ പിള്ളേർ കടന്നു പോകണ്ടേ. അതിനുള്ള സംവിധാനം കൂടെ ഈ സർക്കാർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. സർക്കാരിൽ നിന്നുള്ള വീഴ്ചകളാണ് നമ്മൾ പറയുന്നില്ല, നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല. ഈ സ്കൂൾ സമയത്ത് ആ പിള്ളേർ റോഡ് കടന്നു പോകുന്നു, ഒരു പിള്ളേർ തട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ച പിന്നെ നമ്മൾ സംഭവിച്ചു അതിൻ്റെ പേരിൽ നമ്മൾ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു നടപടിയല്ല. സംഭവിച്ച പിന്നെ അതിന് തീരുമാനം എടുക്കും എന്ന് പറയുന്ന നടപടിയല്ല. സംഭവിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കണം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.